എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് വളരെ അവിചാരിതവും അപ്രതീക്ഷിതവുമായിട്ടുള്ള ചില അഭ്യർത്ഥനകളാണ് രാജ്യത്തിന് മുന്നിൽ വെച്ചത്. കൂടുതൽ അളവിൽ സ്വർണം ഉടൻ വാങ്ങിക്കൂട്ടാതിരിക്കുക, ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, സാധ്യമാണ് എങ്കിൽ വർക്ക് ഫ്രം ഹോം പുനരാരംഭിക്കുക, അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കുക തുടങ്ങിയ അവിചാരിതവും അപ്രതീക്ഷിതവുമായിട്ടുള്ള കുറേയധികം നിർദ്ദേശങ്ങളാണ് ഒരു അഭ്യർത്ഥനയുടെ രൂപത്തിൽ അദ്ദേഹം രാജ്യത്തിന് മുന്നിൽ വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു അഭ്യർത്ഥന ഈ ഒരു സമയത്ത് മുന്നിൽ വയ്ക്കുന്നത്? കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ടോ? എന്തെങ്കിലും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം കടന്നു പോകുന്നുണ്ടോ? അതോ ഇതൊക്കെ ഒരു കരുതൽ നടപടി എന്ന രീതിയിൽ വേണമോ കാണേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കുറേയധികം ചർച്ചകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താണ് സത്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്? എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്? അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? എല്ലാത്തിനും ഉപരിയായി ഇതിൽ ആശങ്കപ്പെടേണ്ടുന്ന കാര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. നോക്കാം. ഇതിൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് മോദി രാജ്യത്തിനോട് അഭ്യർത്ഥിച്ചത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തേത് അനാവശ്യമായി സ്വർണം വാങ്ങിക്കൂട്ടാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾക്ക്, ഏതെങ്കിലും ചടങ്ങുകൾക്ക്, ആഘോഷങ്ങൾക്ക് മാത്രമല്ല, അതല്ലാതെയും നിക്ഷേപമായിട്ടും ഒക്കെ തന്നെ ആൾക്കാർ സ്വർണം വാങ്ങാറുണ്ട്. അടുത്ത ഒരു വർഷത്തേക്ക് അമിതമായ അളവിൽ അനാവശ്യമായി സ്വർണം വാങ്ങിക്കൂട്ടാതിരിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അദ്ദേഹം മുന്നിലേക്ക് വെച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അഭ്യർത്ഥന ഇന്ധനം ലാഭിക്കുക എന്നുള്ളതാണ്. ഇന്ധനം എന്ന് പറയുമ്പോൾ അതിൽ പെട്രോളുണ്ട്, ഡീസലുണ്ട്, അതുകൂടാതെ കുക്കിംഗ് ഗ്യാസ് ഉൾപ്പെടെ അതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർപൂളിംഗ് ഫലപ്രദമായിട്ട് നടപ്പാക്കുക, പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുക, മെട്രോ, ബസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുക, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, കർഷകരും മറ്റും സോളാർ പമ്പുകളിലേക്ക് സ്വിച്ച് ചെയ്യുക തുടങ്ങിയ കുറേയധികം നിർദ്ദേശങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ഇനി മൂന്നാമത്തേത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോടും ഓഫീസുകളോടുമുള്ള ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം അഥവാ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ആൾക്കാർക്ക് വീണ്ടും നടപ്പാക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഭാഗമായി ആൾക്കാർ യാത്ര ചെയ്ത് ഓഫീസുകളിൽ എത്തുന്നതെല്ലാം ഒഴിവാക്കി വീഡിയോ മീറ്റിങ്ങുകൾ നടത്തൂ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ചില ദിവസങ്ങളിലെങ്കിലും സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസുകൾ നടത്താനുള്ള ഒരു സംവിധാനമുണ്ട് എങ്കിൽ അത് പരിഗണിക്കപ്പെടുക എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഇത് കോവിഡ് കാലത്ത് നമ്മൾ ഫലപ്രദമായിട്ട് തന്നെ നടപ്പാക്കിയ ഒരു മോഡലാണ്. ഇനി നാലാമത്തെ നിർദ്ദേശം അടിയന്തരമല്ലാത്ത വിദേശ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് വിദേശ രാജ്യങ്ങളിലുള്ള വെക്കേഷൻ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത ഒരു വർഷത്തേക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. പകരം ആ പരിപാടികളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നടത്തുക എന്നുള്ളതാണ് ആ നിർദ്ദേശത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തേത് നരേന്ദ്രമോദി എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വോക്കൽ ഫോർ ലോക്കൽ. ഇറക്കുമതി ചെയ്യുന്ന വിദേശ വസ്തുക്കൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് എങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ അഭ്യർത്ഥന. ആറാമത്തേത് ഇമ്പോർട്ട് ചെയ്യുന്ന കുക്കിംഗ് ഓയിൽ, അതേപോലെ തന്നെ രാസവളം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കുക അടുത്ത ഒരു വർഷത്തേക്ക് എന്നുള്ളതാണ്. കൂടുതൽ നാച്ചുറലായിട്ടുള്ള ഫാമിങ്ങിലേക്കൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് കർഷകർക്ക് മുന്നിൽ അദ്ദേഹം വയ്ക്കുന്ന ഒരു നിർദ്ദേശമാണ്. ഇനി ഇതിനെയെല്ലാം സംഗ്രഹിച്ച് ഏഴാമത്തെ ഒരു സിംഗിൾ നിർദ്ദേശമായിട്ട് അതിനെ നമ്മൾ കണ്ടാൽ അത് കുറേയധികം ബിഹേവിയറൽ ചേഞ്ചസ്, നമ്മുടെ രീതികളിലൊക്കെ തന്നെ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരിക, നമ്മുടെ രാജ്യ താല്പര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക, ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് കൂടുതൽ ഊന്നൽ നൽകുക. ഇതൊക്കെ തന്നെ കുറേയധികം നിർദ്ദേശങ്ങളാണ്, അഭ്യർത്ഥനകളാണ്. അതല്ലാതെ ഇതൊന്നും തന്നെ മാൻഡേറ്ററി ആയിട്ട് അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെസ്റ്റ് ഏഷ്യയിൽ, നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രതിസന്ധിയാണ് ഇതിനെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് വസ്തുത. ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒക്കെ തന്നെ അതിൽ പങ്കാളികളാണ്. അത് തീരുന്നില്ല തുടങ്ങിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അരക്ഷിതാവസ്ഥയും അസ്ഥിരതയും ഈ മേഖലയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനോടകം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹോർമൂസ് കടലിടുക്കിൽ കൂടിയുള്ള ഇന്ധനത്തിൻ്റെ വരവിനെ അത് വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലും അത് കുക്കിംഗ് ഗ്യാസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ക്രൂഡ് വില അന്താരാഷ്ട്ര രംഗത്ത് $100 മുകളിലായിട്ട് ഒരു ബാരലിന് മാറിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 90% വരെ നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത എന്നത് ചെറുതല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പ്രധാനമന്ത്രിയെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ഇതിലൊക്കെ തന്നെ ട്രേഡ് ചെയ്യുന്നത് കൂടുതലും ഡോളറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 1-2 മാസങ്ങൾക്കിടയിൽ നമ്മുടെ ഫോറക്സ് റിസർവിൽ ഉണ്ടായിരിക്കുന്ന കുറവ് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്.
അതേപോലെ തന്നെ ഡോളറിൻ്റെ വാല്യൂ കൂടുതൽ ശക്തി പ്രാപിക്കുന്നുണ്ട്, നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഫോറക്സ് റിസർവിനെ ഇനിയും സാരമായിട്ട് ഇത് ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും നമ്മൾ മുന്നിൽ കാണണം. അതേപോലെ തന്നെ പണത്തിൻ്റെ ഔട്ട്ഫ്ലോയെ ഏറ്റവും സാരമായി ബാധിക്കുന്ന ഒന്നാണ് ഗോൾഡ് ഇമ്പോർട്ട്. ഏതാണ്ട് $70 ബില്യൺ മുകളിലാണ് നമ്മുടെ സ്വർണ്ണ ഇറക്കുമതി. അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുക, വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോളർ ഔട്ട്ഫ്ലോയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള അഭ്യർത്ഥന നടത്തുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്വർണം വാങ്ങാതിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു വിദേശയാത്ര ഒഴിവാക്കുക എന്ന് പറയുന്നത്, ലക്ഷറിക്ക് വേണ്ടി കുറച്ച് പണം ചെലവഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിരിക്കാം. പക്ഷേ 140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ടാണ്. ഇതെല്ലാം തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് രൂപത്തിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭമാണ് രാജ്യത്തിന് നൽകുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ 140 കോടി ജനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോറിൻ റിസർവിനെ കൂടുതലായിട്ട് സംരക്ഷിക്കാനായിട്ട് അതിന് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, അടുത്ത മാസങ്ങളിൽ ഏതാണ്ട് $728 ബില്യൺ ഉണ്ടായിരുന്ന നമ്മുടെ ഫോറക്സ് റിസർവ് $690 ബില്യൺ കുറഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണ്ട് 1.5-2 മാസത്തിനിടയിൽ നടന്നിരിക്കുന്ന മാറ്റമാണ്. അത് തുടർന്നു പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറക്സ് റിസർവ് വീണ്ടും കുറയുന്നതിന് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോറക്സ് റിസർവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതുവഴി നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമ്മൾ കാർപൂളിങ്ങിലേക്കോ അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനം, പ്രത്യേകിച്ച് ബസ്സുകൾ, മെട്രോകൾ, ട്രെയിനുകൾ ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് വഴി ഫ്യുവൽ ഡിമാൻഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ വിലവർധന ഉണ്ടാകാതിരിക്കാനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും അത് പ്രധാന ഒരു കാരണമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇനിയൊന്ന്, തദ്ദേശീയമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, അതേപോലെ ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിക്കുക, സോളാർ, നാച്ചുറൽ ഫാമിംഗ് ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കൂടുതലായും നമ്മുടെ തദ്ദേശീയമായ എക്കോണമിയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പദ്ഘടന പൊതുവെ ശക്തമായി നിൽക്കുകയും ക്യാഷ് ഔട്ട്ഫ്ലോ കാര്യമായിട്ട് അത് കുറയ്ക്കുകയും ചെയ്യും. ഇത് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഉറപ്പുവരുത്തുന്നു എന്നതിനോടൊപ്പം തന്നെ ഡോളറിനെതിരെ രൂപ വീണ്ടും ദൗർബല്യത്തിലേക്ക് പോകാതിരിക്കുന്നതിന് അതിനെ തടയുകയും ചെയ്യുന്നു. രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത് കൂടുതൽ ബലം നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് കൂടുതലായിട്ടുള്ള ഉയർന്ന സബ്സിഡികൾ നൽകുന്നതിൽ നിന്ന് അത് നമ്മുടെ രാജ്യത്തിനെ തടയുന്നുണ്ട്. ഉദാഹരണത്തിന് ഉയർന്ന സബ്സിഡികൾ നൽകുന്ന ഒരു റിസ്കിൽ നിന്ന് അത് ഗവൺമെൻറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യും. റിസർവ് ബാങ്കിന് കൂടുതൽ കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് പോകുന്നതിന് ആവശ്യമുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കാനും ഇത് സഹായിക്കും. അടുത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ ഏതെങ്കിലും പേടിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള പോക്കാണോ എന്നുള്ളതാണ്. ഉടൻ എന്തായാലും അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ ഒരു കരുതൽ നടപടി എന്ന രീതിയിലത്തേക്ക് മാത്രമാണ് നമ്മളിതിനെ കാണേണ്ടത്. ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നടപ്പാക്കാനായി 140 കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും തയ്യാറാവുകയാണ് എങ്കിൽ കടുത്ത സാമ്പത്തിക നടപടികളിലേക്ക് പോകുന്നതിൽ നിന്ന് അത് നമ്മുടെ സർക്കാരിനെയും അതേപോലെ റിസർവ് ബാങ്കിനെയും തടയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നിരവധി ആഴ്ചകളിലേക്കുള്ള ഓയിൽ റിസർവ് നമുക്കുണ്ട്. പക്ഷേ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമ്പത്തികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോറക്സ് പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. തന്നെയുമല്ല, റഷ്യയിൽ നിന്നുൾപ്പെടെ നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് 40-ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ഓയിൽ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ത്രെട്ടില്ല. പക്ഷേ ഇതിനെ ഒരു സസ്റ്റൈനബിൾ മോഡലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ലാവിഷ് എക്സ്ട്രാവഗൻ്റ് സ്പെൻഡിംഗ് ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ കാര്യത്തിൽ സർക്കാരിനോടൊപ്പം ഉണ്ടാകേണ്ടതുമാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി ഇനിയും ദീർഘകാലം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അതുവഴി നമ്മുടെ ഇന്ധന വില എന്നത് ഒരുപക്ഷെ നമുക്ക് താങ്ങാനാവാത്ത രീതിയിലത്തേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുവഴി പണപ്പെരുപ്പം, വിലവർധന ഇതൊക്കെ തന്നെ ഉണ്ടാകും. ഇന്ധനത്തിൻ്റെ വില വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളുടെയും, അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗതാഗതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മളെ ബാധിക്കാനും കുടുംബത്തിൻ്റെ ബജറ്റിനെ അത് താറുമാറാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് തന്നെയുമല്ല, അത് രൂപയുടെ മൂല്യത്തിനെ ഇനിയും തളർത്താനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സാമ്പത്തിക വളർച്ചയെ അത് തളർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിക്കോഷണറി സ്റ്റെപ്പ് എന്ന രീതിയിൽ, ഒരു കരുതൽ നടപടി എന്ന രീതിയിൽ വേണം പ്രധാനമന്ത്രിയുടെ ഈ ഒരു ആഹ്വാനത്തിനെ നമ്മൾ കാണാൻ. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഓരോ രീതിയിലും അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ബ്രോഡായിട്ടുള്ള ഏതാണ്ട് 1/2 ഡസൻ കാര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവേകപൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ഭാവിയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഭയപ്പെടാനായിട്ട് യാതൊന്നുമില്ല.
പക്ഷേ കുറേയധികം ബിഹേവിയറൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കുറച്ചുകൂടി ചിട്ടയായിട്ടുള്ള രീതിയിലത്തേക്ക് നമുക്ക് ജീവിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ തൊഴിലിടത്തിലാണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും വ്യാപിപ്പിക്കാനായിട്ട് നമ്മൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തിനെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ തന്നെ രക്ഷിക്കാനുള്ള ഒരു അവസരമാണ് മുന്നിലുള്ളത്. ഇത് രാഷ്ട്രീയമായി കാണേണ്ടതല്ല, ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കഴിവുകേട് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് പുച്ഛിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മുടെ രാജ്യത്തെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ തരണം ചെയ്യുന്നതിനുള്ള ചെറിയ ചെറിയ നടപടികൾ, ഒരു കരുതൽ നടപടി എന്ന രീതിയിലത്തേക്ക് ഇന്നേ സ്വീകരിച്ചാൽ, പഴമക്കാർ പറയുന്നത് പോലെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന അതേ ഒരു രീതിയിലത്തേക്ക് നമുക്ക് നമ്മുടെ തന്നെ ജീവിത രീതിയെ മാറ്റിയെടുക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ ഏതൊരു കാര്യത്തിൽ നമുക്ക് ഇന്ധനം ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഏതൊരു മാർഗ്ഗത്തിൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ്, അത് വിദേശയാത്രയാണെങ്കിലും സ്വർണം വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും നമുക്കത് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കഴിവതും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതിനും പുറത്തേക്കുള്ള ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ കുറയ്ക്കുന്നതിനും തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് വാങ്ങുന്നതിനും അതുവഴി നമ്മുടെ ലോക്കൽ ഇക്കോണമിയെ ശക്തിപ്പെടുത്തുന്നതിനും ഒരു കൂട്ടായ തീരുമാനം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.